Hello friends, welcome back to Creotopi. Anima 4.0. Rage on that beat, going crazy. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് അനിമ 4.0 ആണ്. അപ്പോൾ അനിമ എന്ന് പറയുന്ന സാധനം വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്ലഗിനാണ്. അതായത് XTൻ്റെ ഒരു ന്യൂ ആയിട്ടുള്ള ഒരു പ്ലഗിനാണ്. അപ്പോൾ XTന് മാത്രമല്ല XT അതുപോലെ നമ്മളെ ഫിഗ്മ, സ്കെച്ച് ഇതിനൊക്കെ കമ്പാരിറ്റബിൾ ആയിട്ടുള്ള ഒരു പ്ലഗിനാണ് അനിമ 4.0. മെയിനായിട്ട് അതായത് പൊതുവേ നമ്മൾ ഡിസൈൻ ചെയ്ത UI അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഡിസൈൻസൊക്കെ നമ്മൾ ആൻഡ് ഓഫ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഹൈ ഫെഡലിറ്റി പ്രോട്ടോടൈപ്പ് കൊടുക്കും. നോർമലി കൊടുക്കാറുണ്ട് എല്ലാവരും. അപ്പം ഇത് നമ്മൾ ഡെവലപ്പേഴ്സിന് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവും. XTയിൽ നമ്മൾ നോർമലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ DSP ഒക്കെ വെച്ച് ചെയ്യുന്നത് DSP ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻഡ് ഓഫ് മൂഡ് അല്ലെങ്കിൽ അതിൻ്റെ വേരിയബിൾസേ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇതെങ്ങനെ നമുക്ക് ഹൈ ഫെഡലിറ്റി, അതായത് ആപ്പ് എങ്ങനെ റിയലി എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത് ഫുള്ളായിട്ട് നമുക്ക് ഡെവലപ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അനിമ എന്ന് പറയുന്ന സാധനം ബെസ്റ്റ് പ്ലഗിനാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഡിസൈൻ എങ്ങനെ ഡെവലപ്മെൻറ്റിന് ശേഷം എങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ ആനിമേഷൻസ്, ട്രാൻസിഷൻസ്, അതുപോലെ എന്തൊക്കെ നമ്മൾ ഡിസൈൻ മൈൻഡിലുണ്ടോ ആ സാധനങ്ങളൊക്കെ നമുക്ക് എക്സാക്റ്റ് സെയിമായിട്ട് നമുക്ക് എന്താക്കാം അവർക്ക് ഹാൻഡ് ഓഫ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അനിമ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് റിയാക്ട് കോഡ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള റിയാക്ട് കോഡ് സ്നിപ്പെറ്റ് കിട്ടും. അതുപോലെ HTML സ്നിപ്പെറ്റ് നമുക്ക് കിട്ടും. അതായത് എക്സ്ട്രാക്ട് ചെയ്യാം നമ്മുടെ ഡിസൈനിൽ നിന്ന്. നമ്മളെ ബട്ടൺസിനുള്ള ആനിമേഷൻസ്, മൂവ്മെൻറ്റ്, ലിങ്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ ആനിമേഷൻസും ജിഫ് ആനിമേഷൻസ്, ലോട്ടി ആനിമേഷൻസ്, അതുപോലെ വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും സിമ്പിൾ മെത്തേഡ്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ബ്രേക്ക് പോയിൻറ്റ്സ്, അതായത് ഡിഫറെൻറ്റ് റെസൊല്യൂഷൻസുള്ള ബ്രേക്ക് പോയിൻറ്റ്സും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ ഫുള്ളി പാക്കേജായിട്ട് നമുക്ക് ഡെവലപ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യാം. അത് ഡെവലപ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് കൊളാബറേഷൻ ചെയ്യാം. അതായത് നമുക്ക് അതിൽ നിന്ന് പബ്ലിക് URL ക്രിയേറ്റ് ചെയ്തിട്ട് ഷെയർ ചെയ്യാം. അവർക്ക് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ലോട്ട് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പ്ലഗിനാണ് ആനിമ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആനിമ എന്താണെന്നും ആനിമേൻ്റെ സ്ക്രീൻസും കാര്യങ്ങൾക്കും നമുക്ക് ജസ്റ്റ് പരിചയപ്പെടാം. അപ്പോൾ ആനിമയിൽ എങ്ങനെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാം, ആനിമ എങ്ങനെയാണ് എക്സ്റ്റേണൽ പ്ലഗിനാണ്, അപ്പോൾ നമുക്ക് എങ്ങനെ XTയിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നീ കാര്യങ്ങൾ. പിന്നെ ഞാൻ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ആനിമ എങ്ങനെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം, സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. കാരണം A to Z ഞാൻ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഒറ്റ വീഡിയോയിൽ കുറച്ച് ലെങ്തി ആയിട്ട് ചെയ്യുന്നതിന് മെയിൻ റീസൺ അതാണ്. അതായത് എവിടെയും സ്കിപ്പായി പോകാതെ ഫുള്ള് കാണണം. കാരണം അനിമ എന്താണെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യും അങ്ങനത്തെ കുറേ ഡൗട്ട് വരാം. അതുകൊണ്ടാണ് ഞാൻ എന്താക്കുന്നത് ഒറ്റൊരു വീഡിയോ തന്നെ ഫുള്ളി ലെങ്തി, കുറച്ച് വലിയ വീഡിയോ ആയാലും കുഴപ്പമില്ല, ക്ലാരിറ്റി വേണ്ടിയതുകൊണ്ടാണ് ഞാൻ എന്താക്കുന്നത് ഫുള്ളി ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണാൻ പേജാണ്. അപ്പോൾ അതിലെ കമ്പനീസുകൾ, അതായത് അവർ ടൈപ്പ് ആയിട്ടുള്ള കമ്പനീസുകൾ കണ്ടാൽ തന്നെ അറിയാം അത്രയും ഹെവി ഒരു പ്ലഗിൻ തന്നെയാണ് അനിമ. താഴോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രൈസിങ് ഉണ്ട്. അപ്പോൾ പ്രൈസിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് പാക്കേജസ് കാണാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫ്രീ പ്ലാനാണ് ഇൻസ്റ്റാൾ ചെയ്തത്. ജസ്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഫ്രീ പ്ലാൻ മതി. അതായത് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഒരു 1 പ്രോജക്റ്റ് ചെയ്യാം. അതിനുശേഷം പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാക്കേജുകൾ ചൂസ് ചെയ്യാം പർച്ചേസ് ചെയ്യുന്നവർക്ക്. അപ്പം ഇത്രയും കാര്യങ്ങളാണുള്ളത്. അതിനുശേഷം നമുക്ക് ലോഗിൻ, ഞാൻ ഓൾറെഡി എനിക്ക് അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ലോഗിൻ യൂസ് ചെയ്യാണ്. ലോഗിൻ ചെയ്തു. ഇതാണ് എൻ്റെ ആനിമ ഡാഷ്ബോർഡ്. അപ്പം ഈ ആനിമേൻ്റെ മെയിനായിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണിത്. അപ്പോൾ ഇതിലാണ് നമ്മളെ പ്രൊജക്ട്സൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്.
അപ്പം ഇതിൽ നമുക്ക് ടീമിനെ ആഡ് ചെയ്യാം, ടീമിനെ ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ പുതിയ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ടീമിൻ്റെ ഒരു ഗ്രൂപ്പ് പോലെ നമുക്ക് സ്ലാക്കിലൊക്കെ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റിനൊരു ഗ്രൂപ്പ്, അതിൽ നമുക്ക് ടീം ഡിസൈനേഴ്സിനെയും ഡെവലപ്പേഴ്സിനെയും ഇൻവൈറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് അങ്ങനെ മാനേജ് ചെയ്യാം. പിന്നെ നമുക്ക് മൈ ടീം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതാണ് ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടുള്ള. അപ്പം ഇതിൽ നമുക്ക് പുതിയ പ്രൊജക്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് പുതിയൊരു പ്രൊജക്റ്റ് ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ സിംപ്ലി എന്തായി ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, പ്രൊഫൈൽ എന്ന് പറയുന്ന പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്, അതായത് പ്ലേ ചെയ്യാനും അതുപോലെ കോഡ് ആക്സസ് ചെയ്യാനും ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ്, അതുപോലെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണ്, പ്രൊജക്റ്റ് സെറ്റിങ്സൊക്കെയാണ്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ആനിമാൻ്റെ പ്ലഗിന് നമുക്ക് എക്സ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അവിടത്തേക്ക് പോകാം നമുക്ക്. അപ്പം എക്സ്ടിയിലേക്ക് വരാം. അപ്പോൾ എക്സ്ടിയിൽ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു 3 സ്ക്രീൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ജസ്റ്റൊരു എന്താ പറയുക, ജസ്റ്റ് ഒരു സാമ്പിൾ പോലെ ഞാനൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മെനൂസും ഒരു ലോഗോ ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു 3D എന്താ പറയുക ഒബ്ജക്റ്റൊക്കെ വെച്ചിട്ട് ഒരു 2 സെക്ഷൻ വരുന്ന ഒരു സ്ക്രീന്. അതുപോലെ അതിൻ്റെ ഡിഫറെൻറ്റ് ബ്രേക്ക് പോയിൻറ്റ്സുകൾ ചെയ്തിട്ടുണ്ട്. അതായത് ഡെസ്ക്ടോപ്പ്, അതുപോലെ ഐപാഡ്, അതുപോലെ ഐഫോൺ. അപ്പം 3 സ്ക്രീൻസ് ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആനിമാൻ്റെ പ്ലഗിന് ആഡ് ചെയ്യണം. അപ്പം ആനിമാൻ്റെ പ്ലഗിന് എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ പ്ലഗിൽ പോവുക, പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം സെർച്ചിൽ പോവുക, അതിനുശേഷം ആനിമ ആപ്പ് ഫൈൻഡ് ചെയ്യുക. അപ്പോൾ ആനിമ ആപ്പ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാം ആനിമ. ഓക്കെ, ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക, വെയിറ്റ് ചെയ്യും. ഓക്കെ, നമ്മളെ പ്ലഗിന് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കാണാം നിങ്ങൾക്ക് ആനിമ. അപ്പോൾ ജസ്റ്റ് ആനിമയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ക്രിയേറ്റ് ഹൈ ഫിഡലിറ്റി പ്രോട്ടോടൈപ്പ് ആൻഡ് എക്സ്പോർട്ട് HTML, ലോഗിൻ, ഡോണ്ട് ഹാവ് എ അക്കൗണ്ട്, സൈൻ അപ്പ്. ഓക്കെ, അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട് നേരത്തെ. അപ്പോൾ ഞാൻ ലോഗിനിൽ ക്ലിക്ക് ചെയ്യാണ്. ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വെബിലേക്ക് പോകും. വെബിൽ പോയതിന് ശേഷം ലോഗിൻ ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ബാക്ക് ടു XD പറയുന്നുണ്ട്. അപ്പോൾ ബാക്ക് ടു XD ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ XD കൊടുക്കുക. അപ്പോൾ നമ്മൾ പ്ലഗിന് സക്സസ്ഫുള്ളി ആയിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ഇതിലാണ് പ്ലഗിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ ഓൾറെഡി നമ്മളൊരു എന്താ പറയുക പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അതായത് ഇവിടെ നമ്മൾ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ XDയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ കാണാം നമ്മളെ പ്രൊഫൈൽ. അപ്പോൾ ഞാൻ ഇവിടെ പ്രൊഫൈൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ പ്രൊജക്റ്റ് ഓൺലൈനിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കണ്ടോ, ന്യൂ പ്രൊജക്റ്റ്. ഓക്കെ, അപ്പം അങ്ങനെയും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ അവിടുന്ന് പിക്ക് ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം ഫ്ലോയിൽ കാണാം ലിങ്ക് ഉണ്ട്, ബ്രേക്ക് പോയിൻ്റ് ഉണ്ട്, അതുപോലെ സെറ്റ് ആസ് എ ഹോം സ്ക്രീൻ ഉണ്ട്, പിന്നെ സ്മാർട്ട് ലേയേഴ്സ് ഉണ്ട്, അതിൽ HOver, എൻട്രൻസ് അനിമേഷന്, വീഡിയോ, ജിഫ്, ലോട്ടി, പിന്നെ ഫോം ആൻഡ് ടെക്സ്റ്റ് ഇൻപുട്ട്, എംബഡഡ് കോഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. പിന്നെ കൂടാതെ നമുക്ക് താഴെ കാണാം എക്സ്പോർട്ട് കോഡ് ഉണ്ട്, അതുപോലെ തന്നെ പ്രിവ്യൂ ഇൻ ബ്രൗസറും ഉണ്ട്, പിന്നെ കുറച്ച് സെറ്റിങ്സും ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ആനിമ പ്ലഗിൻ്റെ ഒരു സെറ്റിങ്സ്, അതായത് കൺട്രോൾസുകൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താക്കാം, ബ്രേക്ക് പോയിൻറ്റ്സ് ആഡ് ചെയ്യാം. ബ്രേക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് ശരിക്കും റെസ്പോൺസീവ് ബ്രേക്ക് പോയിൻറ്റ്സ് ആണ്. അതായത് ഡിഫറെൻറ്റ് ഡിവൈസിൻ്റെ റെസ്പോൺസീവ് സ്ക്രീനിലുള്ള ബ്രേക്ക് പോയിൻറ്റ്സുകളാണ്. അപ്പോൾ നമ്മൾ I+ സൈനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണ്ട സ്ക്രീൻസുകൾ ഷിഫ്റ്റ് വെച്ചിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് ഐപാഡ് സെലക്ട് ചെയ്തു, അതുപോലെ ഐഫോൺ സെലക്ട് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് പ്രസ് ഡണ്ണ് ക്ലിക്ക് ചെയ്യാം. നമ്മൾ സ്ക്രീൻ ഓൾറെഡി ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് ടൈറ്റിലുണ്ട്, പാരഗ്രാഫ് ഉണ്ട്, ബട്ടൺസ് ഉണ്ട്, അതുപോലെ ഇമേജസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഞാൻ കുറച്ച് ട്രാൻസിഷനൊക്കെ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പം ജസ്റ്റ് ഞാൻ ടൈറ്റിൽ സെലക്ട് ചെയ്തു. അപ്പോൾ എൻട്രൻസ് അനിമേഷൻസ് കാണാം, അവിടെ ക്ലിക്ക് ചെയ്തു. അതിൽ ഞാൻ എന്താക്കി ഒരു ട്രാൻസിഷൻ ചൂസ് ചെയ്തു. അപ്പം മൂവ് ടു ലെഫ്റ്റ് അല്ലെങ്കിൽ മൂവ് ടു റൈറ്റ് ചൂസ് ചെയ്തു. ഈ 125 എന്നുള്ള ഞാൻ -125 ആക്കി. ഓക്കെ, പിന്നെ 0.3 ആണ് കൊടുത്തത്, ഈസ് ഇൻ ഈസ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ട്രാൻസിഷനൊക്കെ ഇത് CSS3 ആണ് ട്രാൻസിഷൻസ്, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ലൈബ്രറി ഓൾറെഡി ഉണ്ട്, അതിലിഷ്ടമുള്ള ലൈബ്രറി ചൂസ് ചെയ്യാം, എന്നിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ അതിന് നമ്മൾ ട്രാൻസിഷൻ കൊടുത്തു. അതുപോലെ
പാരഗ്രാഫ് ഉണ്ട്, അതിന് ഞാനൊരു എൻട്രൻസ് അനിമേഷൻ കൊടുക്കുകയാണ്. നമുക്കൊരു ഫേഡിന് കൊടുക്കാം. ഫേഡിന് പോയി ഇത് ഞാൻ 3 ആക്കിയിട്ടുണ്ട്, സേവ് കൊടുത്തു. അതുപോലെ ബട്ടൺ ഉണ്ട്. അപ്പോൾ ബട്ടണിക്ക് നമുക്ക് എച്ച് ഓവർ ആനിമേഷൻ കൊടുക്കാം. അപ്പോൾ എച്ച് ഓവർ ആനിമേഷൻ ഞാൻ ജസ്റ്റ് ഷാഡോ കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു മൂവ്മെൻ്റ് ഒക്കെ വരുന്ന രീതിയിലുള്ള ഷാഡോ ആണ്. അതിന് ഈസ് ഔട്ട് കൊടുത്തു 0.3. ഓക്കെ, സേവ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം, ഞാൻ ജസ്റ്റ് സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇപ്പുറത്ത് നമുക്കൊരു ഇമേജ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇമേജിന് നമ്മളൊരു ജസ്റ്റ് ഒരു എൻട്രൻസ് ആനിമേഷനായിട്ട് നമുക്കൊരു റൈറ്റോ അത് മൂവ് അപ്പോ കൊടുക്കാം. നമുക്കൊരു ലെഫ്റ്റ് കൊടുക്കാം. അതുപോലെ -125 ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ. ജസ്റ്റ് 0.3 കൊടുത്തിട്ടുണ്ട്, സേവ്. ഓക്കെ, ഫൈൻ. ഇനി അതേപോലെ നമുക്ക് നെക്സ്റ്റ് സ്ക്രീനിലും ഞാൻ ഒരു എൻട്രൻസ് ആനിമേഷൻ കൊടുത്തു. അതുപോലെ പാരഗ്രാഫിന് ഒരു ഫേഡ് ഔട്ട് കൊടുക്കുകയാണ്. ഫേഡിന് മതി. ഓക്കെ, ഇത് ഞാൻ 3 ആക്കുകയാണ്. ഓക്കെ, ബീങ് സ്ക്രോൾ വേണമെങ്കിൽ അത് ടിക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ ബട്ടൺ ആനിമേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതും അതുപോലെ സ്ക്രോൾ വരുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്ത് വിടുക. അപ്പോൾ കുറേ ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തു. അതുപോലെ ഇമേജിനും നമുക്കൊരു എൻട്രൻസ് ആനിമേഷൻ കൊടുക്കാം. മൂവ് അപ്പിന് പകരം മൂവ് റൈറ്റ് കൊടുക്കാം. ഓക്കെ, ഫൈൻ, സേവ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മളെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെ നമുക്കിപ്പോൾ സെപ്പറേറ്റ് പേജുകൾക്കുള്ള ലിങ്ക് കൊടുക്കാം. കണ്ടോ, ആങ്കർ ലിങ്ക് ഉണ്ട്. അതുപോലെ ഡിഫറെൻ്റ് ആർട്ട് ബോർഡിന് നമുക്ക് ലിങ്ക് കൊടുക്കാം. അതുപോലെ ഒരു പർട്ടിക്കുലർ സെക്ഷനിലേക്ക് നമുക്ക് കൊടുക്കാം, എക്സ്റ്റേണൽ URL കൊടുക്കാം. അപ്പോൾ ആ ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും കൊടുക്കുന്നില്ല. അപ്പം ഇത്രയും നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിനെ താഴത്ത് കാണാം പ്രിവ്യൂ ഇൻ ബ്രൗസർ. അപ്പോൾ പ്രിവ്യൂ ഇൻ ബ്രൗസർ ക്ലിക്ക് ചെയ്യുക. അപ്പം ആർട്ട് ബോർഡ് സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആർട്ട് ബോർഡൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം പ്രിവ്യൂ ഇൻ ബ്രൗസർ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ആനിമ ജനറേറ്റ് ചെയ്യാൻ പോകുന്ന, അതായത് അവരെ വെബ് വ്യൂവിലേക്ക് നമുക്ക് നമ്മൾ ചെയ്ത എന്താ പറയുക ഹൈ ഫിഡലിറ്റി പ്രോട്ടോടൈപ്പിൻ്റെ URL നമുക്ക് ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സക്സസ്ഫുള്ളി ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഓപ്പണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് വെബിലേക്ക് പോകുന്നത് കാണാം. ഓക്കെ, അപ്പം നമ്മളിപ്പം ചെയ്ത ആ ഒരു വെബ്സൈറ്റ് അത് സക്സസ്ഫുള്ളായിട്ട് ഇവരെന്താക്കിയിട്ടുണ്ട്, ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണാൻ നിങ്ങൾക്ക് ആനിമേഷൻസൊക്കെ വരുന്നതൊക്കെ, അതായത് ഇപ്പോൾ ഞാൻ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ട്രാൻസിഷൻസിൻ്റെ ഡ്യൂറേഷനൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് തന്നെ ആനിമേഷൻസൊക്കെ കണ്ടോ വർക്കാവും. അതുപോലെ നമുക്ക് ബട്ടണിലൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ എച്ച് ഓവർ എഫക്ട്സ് ഒക്കെ പ്രോപ്പറായിട്ട് വർക്കാവുന്നുണ്ട്, പെർഫെക്റ്റാണ്. അതുപോലെ നമുക്ക് അതായത് നമ്മൾ XDയിൽ തന്നെ ഫിക്സഡ് ഹെഡറൊക്കെ കൊടുത്തുകൊണ്ട് അതൊക്കെ അതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ 3 സ്ക്രീൻ ആഡ് ചെയ്തത് കൊണ്ടാണ് ഈ 3 സ്ക്രീൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ടാബ്ലറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ടാബ്ലറ്റ് വ്യൂ പെർഫെക്റ്റായിട്ട് ഉണ്ടോ വർക്കൗട്ട് ആകുന്നുണ്ട്. ടാബ്ലറ്റിൻ്റെ വ്യൂ ആണ്. എച്ച് ഓവറൊക്കെ അതേപോലെ പെർഫെക്റ്റായിട്ട് എന്താ പറയുക വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ മൊബൈൽ സ്ക്രീനും അടിപൊളിയായിട്ട് തന്നെ മൊബൈൽ സ്ക്രീനും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്താ പെട്ടെന്ന് തന്നെ ഹൈ ഫിഡലിറ്റി പ്രോട്ടോടൈപ്പ് ചെയ്യാൻ നമ്മൾ കുറേ XDയിൽ നമ്മൾ കുറേ എന്താ പറയുക ആനിമേഷൻസും കാര്യങ്ങളും ചെയ്ത് സമയം കളയണ്ട, ജസ്റ്റ് നമുക്ക് ഇതിൽ തന്നെ എന്താ പറയുക ക്രിയേറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിൽ വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. അതായത് സിങ്ക്രണൈസ് ടു പ്രൊജക്റ്റ്, അതായത് നമ്മളെ പ്രൊജക്റ്റ് അതായത് വെബിലെ ആനിമയുടെ വെബിലെ പ്രൊജക്റ്റിലേക്ക് നമ്മളിത് സിങ്ക്രണൈസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നമ്മൾ വെബ് പ്രൊജക്റ്റിലേക്ക് സിങ്ക്രണൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാം. ഇവിടെ പ്ലേ ഉണ്ട്, അതിപ്പോൾ നമ്മളുള്ള പ്രോട്ടോടൈപ്പ് പ്ലേ മോഡാണ്. പിന്നെ ഉള്ളത് കമൻ്റാണ്. കമൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഡിഫറെൻറ്റ് അതായത് കൊളാബറേഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഡിസൈനേഴ്സും കോഡേഴ്സും തമ്മിൽ കൊളാബറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ടീമുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതുപോലെ പ്രോട്ടോടൈപ്പിനെ പറ്റിയിട്ട് അവർക്ക് കമൻറ്റ് ചെയ്യാം, അതിന് റീപ്ലൈ കൊടുക്കാം. അങ്ങനത്തെ A to Z കാര്യങ്ങൾ ഇതിലുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിന് ഈ ഹെഡർ ഈസ് നോട്ട് ഗുഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ ഹെഡർ നോട്ട് കറക്റ്റ് ഫോണ്ട് അങ്ങനെ നമുക്ക് എന്താക്കാം കമൻറ്റ് ചെയ്യാം. അതായത് ജസ്റ്റ് ഞാൻ സാമ്പിൾ ചെയ്താണ്. അപ്പോൾ അങ്ങനെ കമൻറ്റ് ചെയ്ത് പോവാം. അപ്പോൾ അതിൻ്റെ റീപ്ലൈ അവർക്ക് ചെയ്താം. അപ്പം ഒരു എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ അതായത് കൊളാബറേഷൻസ് നടക്കുന്നുണ്ട് അതിൽ. അപ്പോൾ ആ ഒരു കാര്യമാണ് കമൻറ്റ്. പിന്നെ നിങ്ങൾക്ക് കാണാം മൂന്നാമത്തത്, ഇതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട് ഇതിൽ. അപ്പം ഇത് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കാണാം, നിങ്ങളൊരു പർട്ടിക്കുലർ സെക്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ HTML CSS ജനറേറ്റ് ആയി വരികയാണ്. കണ്ടോ,
അതായത് പെർഫെക്റ്റ് HTMLസിൽ അതായത് ഡിഫറെൻറ്റ് ക്ലാസ്സുകൾ അവർ തന്നെ ബിൽഡ് ചെയ്ത് പ്രോപ്പർ CSSൽ ജനറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് CSS കോപ്പി ചെയ്യാം, HTML കോപ്പി ചെയ്ത് ജസ്റ്റ് ഇൻഡെക്സ് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മളെ എക്സാക്റ്റ് പിക്സൽ പെർഫെക്റ്റ് ഡിസൈൻ നമുക്ക് ഡെവലപ്മെൻറ്റിലേക്ക് മാറ്റാം. അതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും HTML ഉണ്ട്, അതുപോലെ റിയാക്റ്റിലേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അതേപോലെ നമുക്ക് ഇതിനെ ഫ്ലെക്സ് ബോക്സ് ചെയ്യുക, അതുപോലെ അബ്സല്യൂട്ട് പൊസിഷൻസ് കാര്യങ്ങളൊക്കെ, അതായത് HTML അബ്സല്യൂട്ട് പൊസിഷനും ഫ്ലെക്സ് ബോക്സും നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഗ്രൂപ്പ് എലമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇത്രയും ഒരു സെലക്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സെലക്ഷൻ്റെ HTMLും CSSും ജനറേറ്റ് ആയിട്ട് വരികയാണ്. അതുപോലെ തന്നെ നമുക്ക് ഫുള്ളി പ്രൊജക്റ്റ് HTML ആയിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കാണാം, ഇത് കമ്പയർ ഡിസൈനാണ്. നമ്മളെ ഡിസൈനും ഈ ആനിമ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഡിസൈനും തമ്മിലുള്ള കമ്പാരിസണാണ്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് എക്സാക്റ്റ് സെയിം ആണ്. ചെറിയൊരു വേരിയേഷൻസൊക്കെ കാണാമെങ്കിലും എക്സാക്റ്റ് പിക്സൽ പെർഫെക്റ്റ് കൺവേർഷൻസാണ് അവർ നടത്തിയിരിക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെയുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് കോഡ് പെൻ വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഓപ്പൺ കോഡ് പെൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഡ് പെന്നിൽ ഇതിൻ്റെ HTMLും CSS സ്ട്രക്ചർ നമുക്ക് കോഡ് പെൻ വ്യൂവിലായിട്ട് കാണാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, നമ്മളെ എൻ്റയർ HTML CSS നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഇതിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് എന്താ പറയുക സ്ക്രീൻസിൻ്റെ ഇതുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് റെസ്പോൺസീവൊക്കെ കറക്റ്റ് ബ്രേക്ക് പോയിൻ്റ് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ റെഡ്യൂസ് ചെയ്ത് നമ്മൾ ആസ് പെർ ദി ആർട്ട് ബോർഡ് ചൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ നമുക്ക് വേറെയും ആനിമേഷൻസൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇപ്പോൾ ഒരു ആനിമേഷൻസ് വരണം. അപ്പോൾ ആനിമേഷൻസ് വരണമെങ്കിൽ നമ്മൾ ജസ്റ്റ് പഴയ ലെയർ ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു ഏരിയയിൽ ഒരു ആനിമേഷൻസ് കൊണ്ടുവരണമെങ്കിൽ നമുക്കൊരു ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ വരക്കാം. ഇതുപോലെ നമുക്കൊരു സിമ്പിളായിട്ടുള്ളൊരു റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്യും. ഞാനൊരു ഫിൽ കളർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ആനിമേഷൻ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക, അതിനുശേഷം ആനിമയിലേക്ക് വരിക പ്ലഗിനിൽ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം വീഡിയോ G4 ലോട്ടി. അപ്പോൾ ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു URL ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഫോർമാറ്റ് ഇപ്പോൾ യൂട്യൂബ് വീഡിയോ കൊടുക്കുക, അതുപോലെ വ്യൂമാൻ്റെ വീഡിയോ കൊടുക്കുക, MP4 GIF, അതുപോലെ ലോട്ടി JSON ഫയൽസ് ഒക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ലോട്ടി ആനിമേഷനിൽ പോയിട്ട് കുറച്ച് ആനിമേഷൻസ് ഇത് ജസ്റ്റ് ഞാൻ കോപ്പി ചെയ്യാൻ പോവാണ്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ URL കോപ്പി ചെയ്യുക, അതിനുശേഷം XDയിൽ വരിക, ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി കവർ ഫില്ല് കൊടുക്കുന്നുണ്ട്, കൺട്രോൾസ് കാണിക്കണ്ട, അതുപോലെ മൗട്ട് ചെയ്യുന്നുണ്ട്, ഓട്ടോ പ്ലേ ഓണാണ്, ലൂപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സേവ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ആനിമേഷൻസ് വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഞാൻ ഒരു ആനിമേഷൻ കൊടുക്കുകയാണ്. അപ്പം അതിന് നമുക്ക് ഇതുപോലെ ഒരു ബോക്സ് വരക്കാം. അതിൻ്റെ പുറകിലാണ് ഞാൻ ആനിമേഷൻ. ഓക്കെ, ഈ ഒരു ആനിമേഷൻസ് നമുക്ക് ജസ്റ്റ് കോപ്പി ചെയ്യാം. അത് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ XDയിൽ വരിക, ഇതിന് പുറകിലായിട്ട് അതായത് ലോട്ടി ആനിമേഷൻ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, ആനിമേഷൻസ് കൊടുക്കുക, URL പേസ്റ്റ് ചെയ്യുക, അതിനുശേഷം കവർ നോ കൺട്രോൾസ് എവരിത്തിങ് ചെക്ക് ചെയ്തിട്ടുണ്ട്, സേവ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ ഒന്ന് കാണാം. അപ്പം ജസ്റ്റ് പ്രിവ്യൂ ബ്രൗസർ കൊടുക്കുക. അപ്പോൾ അത് റീബിൽഡ് ചെയ്യും, ബിൽഡായിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രൗസറിൽ ചെക്ക് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. ജസ്റ്റ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പോൾ കണ്ടോ പെർഫെക്റ്റായിട്ട് വർക്ക് ആകുന്നുണ്ട്. അതുപോലെ നമ്മളെ താഴത്തെ സ്ക്രീനിലും നിങ്ങൾക്ക് കാണാം ആനിമേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മളെ റെക്റ്റാങ്കിളിൻ്റെ ബോർഡറാണ്. ആ ബോർഡർ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് ആ ഒരു ഫീലിംഗ് അവിടെ നമുക്ക് ഫിനിഷിങ് കിട്ടും. അപ്പോൾ അത് ജസ്റ്റ് ഒഴിവാക്കാം നമുക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം പെർഫെക്റ്റായിട്ട് വർക്ക് ആകുന്നുണ്ട്. നമ്മൾ കണ്ടോ ആനിമേഷൻസൊക്കെ ബാക്ക്ഗ്രൗണ്ട് ആനിമേഷൻസൊക്കെ ക്ലിയർ ആയിട്ട് സ്മൂത്തായിട്ട് വർക്ക് ആകും. അപ്പം ഇതാണ് ആനിമ 4.0. അപ്പോൾ നിങ്ങൾ ആനിമാൻ്റെ പ്ലഗിൻ മസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ ഫീച്ചേഴ്സ് അധികമുള്ള ഒരു പ്ലഗിൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മളെ ഡിസൈൻ ഹൈ ഫെഡലിറ്റി ആയിട്ട് നമുക്ക് പ്രോട്ടോടൈപ്പ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഡെവലപ്പേഴ്സിന്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ തീർച്ചയായും ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീക്ക് കാണാം. സീ യു നെക്സ്റ്റ് വൺ.